പാചകവാതക ക്ഷാമവും മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും മൂലം ആടി ഉലയുകയാണ് ജില്ലയിലെ കായൽ ടൂറിസം മേഖല. ഭക്ഷണം ഉൾപ്പെടെയാണ് ഹൗസ് ബോട്ട് വിനോദസഞ്ചാരത്തിൽ നൽകുന്നത്. പാചകവാതക പ്രതിസന്ധി മൂലം ഹൗസ് ബോട്ടുകളിലെ പാചകം പ്രതിസന്ധിയിലായി. മാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമാക്കിയതോടെ കായൽ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഉയർന്ന അന്തരീക്ഷ താപനില സഞ്ചാരികളുടെ വരവിനെയും ബാധിച്ചു. സ്കൂൾ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ ഹൗസ് ബോട്ട് യാത്രകൾക്ക് കൂടുതൽ ബുക്കിംഗ് ലഭിക്കുന്ന സമയമാണ്. എന്നാൽ ഇത്തവണ സീസൺ ഉണർന്നിട്ടേയില്ല എന്നാണ് ഹൗസ് ബോട്ട് മേഖലയിലുള്ളവർ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുടെ സംഘങ്ങൾ ഏപ്രിൽ ആദ്യവാരം ജില്ലയിലെത്തിയിരുന്നു. പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് കടന്നതോടെ തമിഴ്നാട്ടുകാരും എത്താതെയായി. താപനില ഉയർന്നതോടെ സഞ്ചാരികളിൽ കൂടുതലും കുട്ടനാടിനെ ഉപേക്ഷിച്ച് ഹൈറേഞ്ച് പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനിടെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുമില്ലാത്ത ഹൗസ് ബോട്ടുകൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 20 ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ച ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കായലിലെ ജലമലിനീകരണം നിയന്ത്രിക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് തുറമുഖ വകുപ്പ് പോലീസിന്റെ സഹായത്തോടെ പരിശോധന കർശനമാക്കുന്നത്. അടുക്കളയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം പോലും കായലിൽ വീഴാൻ പാടില്ല. ഈ വെള്ളം ടാങ്കിൽ ശേഖരിച്ച് ശുദ്ധീകരിച്ചു വേണം കായലിലേക്ക് ഒഴുക്കാൻ. നിലവിൽ ഒരു ബോട്ടിൽ പോലും ഈ സംവിധാനമില്ല. ഇത് സജ്ജീകരിക്കാൻ ചുരുങ്ങിയത് 1,75,000 രൂപ ചെലവ് വരും. ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ R ബ്ലോക്കിൽ വാങ്ങി നൽകിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രളയത്തിൽ കേടായിട്ട് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ആനത്തറവിളിയിൽ ആരംഭിച്ച കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ലോറികളിൽ ശേഖരിച്ച് എറണാകുളം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത്. കേരള പ്രണാമം ന്യൂസ്, ആലപ്പുഴ.